വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. ഗവർണർ റത്താനിരിക്കെ കാലിക്കറ്റ് സർവകലാശാലയിൽ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. സർവകലാശാല കവാടം ഉപരോധിക്കുന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. SFIയെ വെല്ലുവിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാല ക്യാമ്പസിൽ തന്നെ താമസിക്കുമെന്ന് ഗവർണർ. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മരിച്ചത് വട്ടോളി സ്വദേശി കുമാരൻ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ EDയുടെ നിർണായക നീക്കം. ബാങ്ക് മുൻ സെക്രട്ടറിയെയും മുൻ മാനേജരെയും മാപ്പുസാക്ഷികളാക്കി. സ്വമേധയാ മാപ്പുസാക്ഷികളാകുന്നുവെന്ന് പ്രതികൾ കോടതിയിൽ. ബാങ്ക് ക്രമക്കേടിനെപ്പറ്റി രണ്ടുപേർക്കും നിർണായക വിവരങ്ങൾ നൽകാനെന്ന് ED. തൃശൂർ ചേരൂരിൽ ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഡ്രൈവർ വെന്തു മരിച്ചു. മരിച്ചത് പെരിങ്ങാവ് സ്വദേശി പ്രമോദാണെന്ന് സംശയം. ആത്മഹത്യയെന്ന് നിഗമനം. പെട്രോൾ കന്നാസുമായി ഇയാൾ നിൽക്കുന്നത് കണ്ടിരുന്നെന്ന് ദൃക്സാക്ഷി. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. പോലീസ് തടഞ്ഞു. ആക്രമിച്ചത് കണ്ടില്ലെന്നും പിണറായി വിജയൻ. ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു. അവരെ പോലീസ് തടയുന്നതും കണ്ടു. അതായത് എൻ്റെ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടു നടക്കുന്നുവെന്ന് VD സതീശൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്ര വിജയം സ്വന്തമാക്കി ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തത് 347 റൺസിന്. ദീപ്തി ശർമ്മയ്ക്ക് 9 വിക്കറ്റ്.